ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 8-ാം വാക്യം. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറി ഇരിക്കരുത്. ഈശോ നമുക്ക് നൽകുന്ന മനോഹരമായ ഒരു സന്ദേശമാണ് ഇന്നത്തെ വചനഭാവം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തില് ഈ വചനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു അംഗീകാരം ലഭിക്കുക എന്നുള്ളത്. സ്ഥാനമാനങ്ങള്, അംഗീകാരം, പേര്, പ്രശസ്തി, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതും ഇതേ ആഗ്രഹത്തോടു കൂടിയ സ്ഥാനമാനം കിട്ടണം, മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണം, എനിക്ക് ബഹുമാനം കിട്ടണം. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ള നമ്മളോട് വചനത്തിലൂടെ ഈശോ ഒരു മുന്നറിയിപ്പ് നൽകിയതേ പ്രമുഖ സ്ഥാനത്ത് ഒരിക്കലും കയറിയിരിക്കരുത്. സ്ഥാനമാനങ്ങൾ നീ ആഗ്രഹിക്കരുത്. നിന്റെ ജീവിതത്തില് നീ എളിമപ്പെടാനായിട്ട് തയ്യാറാവണം. പക്ഷെ നമുക്കൊക്കെ ഏറ്റവും പ്രയാസമുള്ള കാര്യവും ഇത് എളിമപ്പെടാനായിട്ട് അല്ലെ. എപ്പോഴും സ്ഥാനമാനങ്ങൾ അംഗീകരിച്ച് നമ്മളൊക്കെ വലിയവരാണ് എന്ന് ചിന്തിക്കുന്ന നമ്മോട് വചനത്തിലൂടെ ഈശോ പറയുകയെ നീ എളിമപ്പെടാനായിട്ട് തയ്യാറായിക്കേ. ഈശോ പോലും തന്റെ ജീവിതത്തില് കാണിച്ചു തന്നതും ഇതേ എളിമ തന്നെയല്ലേ. എളിമപ്പെട്ടുകൊണ്ട് ഒരു ദാസനായി തീർന്നുകൊണ്ട് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ജീവിതത്തില് എളിമപ്പെടാനായിട്ട് തയ്യാറാവണം. പരിശുദ്ധ കന്യാമറിയം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക, എളിമപ്പെട്ടുകൊണ്ട് സമർപ്പിക്കുക. അവിടെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. വിശുദ്ധ സുവിശേഷത്തില് പല ഭാഗങ്ങളില് ഇതേപോലെ എളിമപ്പെടുന്നവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കാണുന്നുണ്ടല്ലേ. ശിഷ്യന്മാര് അവരൊക്കെ എളിമപ്പെട്ടവരാ. അവരുടെയൊക്കെ ജീവിതത്തില് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം അവരെ തെരഞ്ഞെടുക്കുകയാണ്. അല്ലെങ്കിൽ കുരിശിൽ കിടക്കുന്ന നല്ല കള്ളനെ നമ്മൾ കാണുന്നുണ്ടല്ലേ. തന്റെ ജീവിതത്തില് തന്റെ പാപാവസ്ഥ ദൈവത്തിന് മുൻപില് എളിമപ്പെട്ടുകൊണ്ട് ഏറ്റുപറയാനായിട്ട് അവൻ തയ്യാറായപ്പോൾ ഈശോയുടെ ഒപ്പം പറുദീസായിൽ പ്രവേശിക്കാനായിട്ടുള്ള അനുഗ്രഹം അവന് ലഭിക്കുന്നുണ്ട്. ഇതാണ് എളിമയുള്ളിടത്ത് ദൈവം വർക്ക് ചെയ്യത്തുള്ളൂ. ഞാനെന്ന ഭാവം എന്റെ ജീവിതത്തിലുണ്ട് എനിക്ക് ഒരിക്കലും അനുഗ്രഹം ലഭിക്കത്തില്ല. എനിക്കൊരിക്കലും സന്തോഷത്തോടുകൂടി ജീവിതത്തില് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തില്ല. മറിച്ച് ഞാൻ എളിമപ്പെട്ട് നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരത മനസ്സിലാക്കിക്കൊണ്ട്, പാപാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാല് നമ്മുടെ ദൈവം നമ്മിൽ പ്രവർത്തിക്കും. ഞാനെന്ന ഭാവം വെടിയുന്നിടത്താണ് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമാനങ്ങളോടും അംഗീകാരത്തോടും ആഗ്രഹമുണ്ടെങ്കിൽ ഈ നോമ്പിന്റെ ദിനങ്ങളിൽ അവ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട്, എളിമപ്പെടുവാനായിട്ട്, ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവന് പ്രിയപ്പെട്ട നല്ല ദാസനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.